ത് ശ്രീ പി ജെ വിൻസെന്റ്, IMF-ന്റേതുൾപ്പെടെയുള്ള ഫണ്ട് പാകിസ്ഥാൻ എന്തിന് വിനിയോഗിക്കുന്നു എന്ന് ഇന്ന് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ തകർന്ന ഭീകര താവളങ്ങൾ പോലും പുനരുദ്ധരിക്കാനാണ് ഈ വിദേശ ഫണ്ടുകൾ പോലും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് ലോകരാഷ്ട്രങ്ങളോട് പറയുന്ന തരത്തിൽ രാജ്നാഥ് സിംഗ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ തുർക്കിയോട്, അസർബൈജാനോടൊക്കെ ഇന്ത്യ സമീപനം മാറ്റുകയാണ്. അത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി വേണമോ കാണാൻ? ഒരേ തലത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതേസമയം എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, അതിന്റെ സാഹചര്യങ്ങൾ എന്നത് വിശദീകരിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ച്, ഒരു സമിതിയല്ല 8 സമിതികൾ നിശ്ചയിച്ച് അവർ US-ലും UK-ലും മറ്റ് രാഷ്ട്രങ്ങളിലും എത്തി അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു. അപ്പോൾ മറുപടിയും വിശദീകരണവും എല്ലാം നടത്തുന്ന ഒരു പ്രത്യേക നയതന്ത്രത്തിലേക്ക് ഇന്ത്യ പോകുന്നു. അതെ, തീർച്ചയായിട്ടും അതെ. ഈ സമീപകാലത്ത് ഇന്ത്യയുടെ നയത്തിൽ 2016 ശേഷമാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നത്. ഇപ്പം 1999 കാർഗിൽ യുദ്ധകാലത്തൊന്നും LOC ക്രോസ് ചെയ്തിരുന്നില്ല. എന്നാൽ 2016 ഉറി ആക്രമണത്തിന് ശേഷമാണ് ആദ്യമായി ഇന്ത്യ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ LIC ക്രോസ് ചെയ്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. 2019 ഫെബ്രുവരി 14 പുൽവാമയ്ക്ക് ശേഷം ഫെബ്രുവരി 26 ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസസിലുള്ള, എന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള ബലാക്കോട്ട് ആക്രമിച്ചു. അതിനുശേഷം പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര ബോർഡർ കടന്ന് പാകിസ്ഥാനിലുടനീളം ഇന്ത്യ ആക്രമണം നടത്തുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 2 തലത്തിൽ ഈ സംഘർഷത്തെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, അതുമായിട്ട് കണ്ണു ചേർത്താണ് ഈ ഇന്ത്യ പാക് സംഘർഷത്തെ ഇന്ത്യ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അതിർത്തി കടന്ന് ഇവിടേക്ക് വരുന്ന സുന്നി ജിഹാദി ഭീകരത എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. അതിനെതിരായിട്ട് ഒരു ആഗോള യുദ്ധം. സ്വാഭാവികമായിട്ടും ഭീകരത അത് ഏത് മതവും വംശീയതയും ഒക്കെ ആധാരമാക്കിയിട്ടാണ് ലോകത്തിലെ എല്ലാ ഭീകര സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരു പ്രത്യേക ഐഡിയോളജി ഉണ്ട്. ഒന്നുകിൽ മതമായിരിക്കും, അല്ലെങ്കിൽ വംശമായിരിക്കും, അല്ലെങ്കിൽ ജാതി ആവാം, അതല്ലെങ്കിൽ ഭാഷാ സ്വത്വം ആവാം. ഇങ്ങനെ ഏതെങ്കിലുമുള്ള സ്വത്വങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഈ ഭീകരത പ്രവർത്തിക്കുന്നത്. ആ ആശയം ആന്തരവൽക്കരിച്ച ഐഡിയോളജിക്കൽ ക്രിമിനൽസ് എന്ന ഒരു സ്വഭാവം കൂടി ഭീകരതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഒഴികെ എല്ലാവരോടും പകയോടെ എന്ന മനോഭാവത്തിലാണ് അവർ നിൽക്കുക. അപ്പോൾ ഈ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധവും, രണ്ടാമത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഇന്ത്യയുടെ സ്ഥലം പാകിസ്ഥാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത് 49 മുതൽ കൈവശം വെച്ചിരിക്കുകയാണ്. ആ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യക്ക് തിരിച്ചു തരണം. അത് ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരും അതിർത്തി കടന്ന ഭീകരതയും മാത്രമായിരിക്കും ഇനി പാകിസ്ഥാനുമുള്ള ഉഭയകക്ഷി ചർച്ചകളിന്റെ അടിസ്ഥാനം, മറ്റ് ഘടകങ്ങളൊന്നും ചർച്ച ചെയ്യില്ല എന്ന നിലപാട് ഭാരതം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് അയച്ചിട്ടുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി പുനഃപരിശോധിക്കണമെന്ന അപേക്ഷ അത് അഗണ്യകോടിയിൽ തള്ളിക്കൊണ്ട് അത് സാധ്യമല്ല എന്നുള്ള നിലപാട് S ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പുതിയ തരത്തിലുള്ള ഒരു സംഘർഷങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ എല്ലാ മേഖലയിലും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ വെള്ളം ഒരു പ്രധാന ഉപാധിയായി മാറുന്നു. നേരത്തെ ഷിനാസ് മാഷും അതുപോലെ ബഹുമാനപ്പെട്ട ഫാബീൻ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് ഈ 6 നദികളും പാകിസ്ഥാനിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും താഴ്ഭാഗത്തുള്ള പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ അത് സമാനമായ നടപടികൾ ഇന്ത്യക്കെതിരെ ഉണ്ടാകും. അത് ബ്രഹ്മപുത്രയുടെ കാര്യത്തിലാണ്. പക്ഷേ അത്ര ശക്തമായ ഒരു സമീപനം ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ എടുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാല് ഇന്ത്യ കഴിഞ്ഞ് ബംഗ്ലാദേശ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സാങ്പോ നദിയിൽ, അത് തിബറ്റിലൂടെ ഒഴുകുന്ന സാങ്പോ നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ട് നിർമ്മാണവും ഒക്കെ ഇന്ത്യയെ ബാധിക്കുന്നതിനേക്കാൾ അത് ബംഗ്ലാദേശിനെ ബാധിക്കും എന്നുള്ളത് പ്രശ്നമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശും കൂടി അവിടെ ഉള്ളതുകൊണ്ട് ഏകപക്ഷീയമായി ചൈനയ്ക്ക് ബ്രഹ്മപുത്ര നദിയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുക എളുപ്പമായിരിക്കില്ല. പക്ഷെ അത് ചെയ്യില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതേസമയം ഇന്ത്യ സിന്ധു നദിയിലെയും അതിന്റെ 5 പോഷക നദിയിലെയും ജല നീരൊഴുക്ക് നിയന്ത്രിച്ചാൽ
പാകിസ്ഥാൻ അല്ലാതെ വേറൊരു രാജ്യത്തും ഇതിനോടകം തന്നെ ഒന്നും സംഭവിക്കാനില്ല. ബഗ്ബിഹാറിലും സലാലിലും ഒക്കെ ഡാമുകളിലെ എക്കൽ നീക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നറിയുന്നു. കൂടുതൽ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാൻ അല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തന്നെയാണോ ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്? ഈ നടപടികൾ സൂചിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇത് കാരണം 3 ഘടകങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒന്നാമത്തത് പാകിസ്ഥാനുമായി സാമ്പത്തിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, നയതന്ത്ര തലത്തിൽ ഒക്കെയുള്ള സമ്പൂർണമായ ബന്ധ വിച്ഛേദനം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം ക്രിക്കറ്റ് ഡിപ്ലോമസി, ബസ് ഡിപ്ലോമസി, പീപ്പിൾ ടു പീപ്പിൾ ഡിപ്ലോമസി, കൾച്ചറൽ ഡിപ്ലോമസി, ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പ്രയോഗിക്കാത്ത മാർഗങ്ങളൊന്നുമില്ല. അതേസമയം ഇവിടെ ബസ് ഡിപ്ലോമസിയുടെ പേരിൽ നമ്മൾ ബസ്സിൽ കയറി അങ്ങോട്ട് പോകുമ്പോൾ അവരിങ്ങോട്ട് ഭീകരെ അയക്കുകയായിരുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇത്തരത്തിലുള്ള സൗഹൃദ ഹസ്തങ്ങൾ നീട്ടുകയും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പിന്നിലൂടെ പാകിസ്ഥാന്റെ ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്ന് ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബാറ്റ് ബോർഡർ ആക്ഷൻ ടീം അറ്റാക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി തന്നെ നേരിട്ട് ഇൻവേഷൻ നടത്തുന്നു. ഈ ഭീകരർക്കെല്ലാം പരിശീലനം കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നതും ഒക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാന് അമേരിക്കയിൽ നിന്നും മറ്റ് ലോകരാഷ്ട്രങ്ങളിലും കിട്ടുന്ന സഹായത്തിലൊരു വലിയ പങ്ക് ഭീകര ക്യാമ്പുകൾ നടത്തുവാനും ഒക്കെ ഭീകര പ്രവർത്തനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുവാനും വകമാറ്റി ചെലവഴിക്കുന്നു എന്നതും വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂർണ്ണമായ ബന്ധവിച്ഛേദം ഉണ്ടായത്. രണ്ടാമത് സൈനികമായ നടപടി, അത് ജമ്മു മുതൽ കച്ച് മേഖല വരെ നീളുന്ന അന്താരാഷ്ട്ര ബോർഡറിലും സിയാച്ചിൻ ഹിമാനി മുതൽ കോട്ല വരെ വരുന്ന കാശ്മീരിന്റെ തെക്കൻ പ്രദേശം വരെ വരുന്ന ലൈൻ ഓഫ് കൺട്രോൾ മേഖലയിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല. ഇത് രണ്ടും, അന്താരാഷ്ട്ര അതിർത്തിയും ലൈൻ ഓഫ് കൺട്രോളും ഭേദിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ എല്ലാ ലക്ഷ്യങ്ങളും, സൈനിക ലക്ഷ്യങ്ങളും തീവ്രവാദ ലക്ഷ്യങ്ങളും ഇന്ത്യ ആക്രമിക്കും എന്ന കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു തലം എന്നത് വളരെ സിവിലൈസ്ഡ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാനുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളിലോ സംഘർഷങ്ങളിലോ ഔദ്യോഗികമായി ഇടപെടുന്നില്ല എന്നതാണ്. എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് സമാന്തരമായി ബലൂചി ലിബറേഷൻ ആർമിയുടെയും തെഹ്രീക്ക് ഈ താലിബാൻ ഈ പാകിസ്ഥാൻ അഥവാ പാക് താലിബാന്റെയും ശക്തമായ ആക്രമണം പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളമുണ്ടായി എന്നുള്ളത് നമുക്ക് യാദൃശ്ചികമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ദേശീയതയ്ക്കെതിരായി, അത് വളരെ ഒരുപക്ഷെ പഞ്ചാബി ദേശീയതയാണ് അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. പഞ്ചാബി എലൈറ്റ് ആണ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 12.7 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ 10% കിടക്കുന്നത് പഞ്ചാബിലാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അത് പഞ്ചാബിലെ സാമ്പത്തിക ശക്തികളും പഞ്ചാബികളും പഞ്ചാബിൽ നിന്നുള്ള സൈനിക നേതൃത്വവും ഒക്കെ ചേർന്നിട്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ബലൂചിസ്ഥാനും ഈ ഖൈബർ പഷ്തൂൺഖ പ്രൊവിൻസ് ഒക്കെ പാകിസ്ഥാന്റെ മുഖ്യധാരയിലല്ല, അതൊക്കെ പിന്നാമ്പുറത്താണ്. അവിടെയാണ് ബലൂചി നാഷണലിസം ശക്തമായി വരുന്നത്. അതുപോലെ പഷ്തൂൺ ഖാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലെ പത്താൻകാരും ഖൈബർ പഷ്തൂൺഖ പ്രൊവിൻസിലെ 80% പത്താൻ വംശജരാ. അപ്പോൾ അവരും ചേർന്നിട്ട് ഒരു പത്താൻ രാജ്യമായി മാറുന്ന പുതിയ ദേശീയത അവിടെ ഉയർന്നു വരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി വലിയ ശക്തമായി ബലൂചിസ്ഥാനിൽ നടക്കുന്നു എന്നതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ